തിരുവനന്തപുരം ആറ്റിങ്ങൽ അവനവഞ്ചേരി ഇണ്ടളയപ്പൻ ക്ഷേത്രത്തിൽ വിപ്ലവഗാനം ആലപിച്ച സംഭവത്തിൽ കേസെടുക്കാനാവില്ല എന്ന് പോലീസ്. ബി.ജെ.പിയും കോൺഗ്രസും പരാതിയുമായി രംഗത്തെത്തിയതോടെയാണ് പോലീസിൻ്റെ ഇരട്ടത്താപ്പ്. നിയമത്തോടുള്ള വെല്ലുവിളിയാണ് ഈ നടപടിയെന്ന് ബി.ജെ.പി ആരോപിക്കുന്നു. അടുത്തിടെ കൊല്ലം കടക്കൽ ക്ഷേത്രത്തിൽ വിപ്ലവഗാനം ആലപിച്ച സംഭവത്തിൽ ഗായകൻ അലോഷിയെ ഒന്നാം പ്രതിയാക്കി പോലീസ് കേസെടുത്തിരുന്നു. വിവരങ്ങളുമായി വിനീഷ് ചേർന്നു. വിനീഷ്, ഇവിടെ അവനവഞ്ചേരി ഇണ്ടളയപ്പൻ ക്ഷേത്രത്തിൽ വിപ്ലവഗാനം ആലപിച്ചതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടും പോലീസ് കേസെടുക്കുന്നില്ല. ഇത്തരത്തിലുള്ള ഗാനങ്ങൾ ആലപിക്കേണ്ടത് ക്ഷേത്രങ്ങളിലല്ല എന്ന് കൃത്യമായി ഹൈക്കോടതി മുന്നറിയിപ്പ് നൽകിയതുമാണ്. അലോഷിക്കെതിരെ നിലവിൽ കേസുമുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ളപ്പോഴുമാണ് അതേ ഗായകൻ അതേ പാട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിപ്ലവഗാനം വീണ്ടും തലസ്ഥാന ജില്ലയിൽ ആലപിച്ചിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ പോലീസ് പറയുന്നു കേസെടുക്കാനാവില്ല. എന്താണ് കൂടുതൽ വിവരങ്ങൾ വിനീഷ്? തീർച്ചയായിട്ടും വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഹൈക്കോടതിയുടെ നേരത്തെ ഉണ്ടായിരുന്ന പരാമർശങ്ങളൊക്കെ തന്നെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള ഒരു നിലപാട് തന്നെയാണ് ആറ്റിങ്ങൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇണ്ടിളയപ്പൻ ക്ഷേത്രത്തിൽ അലോഷി പലതവണ വിപ്ലവഗാനങ്ങൾ പാടി. ആ വിപ്ലവഗാനങ്ങൾ സംബന്ധിച്ചുള്ള പരാതി ബി.ജെ.പിയും കോൺഗ്രസും പോലീസിന് നൽകി ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഇതുവരെയും നടപടി ഉണ്ടാക്കാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ അലോഷിയുടെ ക്ഷേത്രത്തിലെ വിപ്ലവഗാനം ജനൻ ടി.വി പുറത്തുവിട്ടതാണ്. അതിന് തൊട്ടു പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടുകൂടി ബി.ജെ.പി നേതൃത്വം പോലീസിന് പരാതി നൽകുന്നതും അതിനുശേഷം നിലവിൽ കോൺഗ്രസും പരാതി നൽകുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്നാൽ ഈ ഒരു വിഷയത്തിൽ പോലീസിന് നടപടി സ്വീകരിക്കാൻ സാധിക്കില്ല എന്ന നിലപാടാണ് ഇപ്പോൾ ആറ്റിങ്ങൽ CI വ്യക്തമാക്കുന്നത്. കാരണം കടക്കൽ ക്ഷേത്രത്തിന് നടന്നതിൽ സമാനമായ ഒരു സംഭവമല്ല ഇപ്പോൾ ഇവിടെ ആറ്റിങ്ങൽ അവനവഞ്ചേരിയിൽ നടന്നിട്ടുള്ളത് എന്നാണ് നിലവിലെ സാഹചര്യത്തിൽ ആറ്റിങ്ങൽ CI വ്യക്തമാക്കുന്നത്. അതേസമയം തന്നെ ബി.ജെ.പി പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. കാരണം ഹിന്ദു വിശ്വാസങ്ങളെ അവഹേളിക്കുന്ന തരത്തിലുള്ള ഒരു നിലപാട് തന്നെയാണ് പല ഘട്ടങ്ങളിൽ നിന്നും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. കാരണം അലോഷിയുടെ വിപ്ലവഗാനം സംബന്ധിച്ചുള്ള പരാമർശം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് പോലും ഉണ്ടായിട്ടുള്ളതാണ്. ആ പരാമർശം നിലനിൽക്കുന്ന ഘട്ടത്തിൽ പോലും എന്തുകൊണ്ട് ഇത്തരത്തിൽ ക്ഷേത്ര വിശ്വാസങ്ങളെ തകർക്കുന്ന തരത്തിൽ വിശ്വാസങ്ങളെ ഹനിക്കുന്ന തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ക്ഷേത്രങ്ങളിൽ വിപ്ലവഗാനം പാടിയപ്പോൾ പോലീസ് നടപടി സ്വീകരിക്കാത്തത് എന്ന ആക്ഷേപമാണ് ബി.ജെ.പി നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഒപ്പം തന്നെ നിയമപരമായി ഈ വിഷയത്തിൽ പോലീസിന് നടപടി സ്വീകരിക്കാം. നിലവിൽ പോലീസിൽ കോൺഗ്രസും ബി.ജെ.പിയും പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതി പോലും മുഖവിലക്കെടുക്കാൻ ആറ്റിങ്ങൽ പോലീസ് തയ്യാറാകാത്ത സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. നിയമത്തോടുള്ള വെല്ലുവിളിയാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. സർക്കാരിന്റെ ശുപാർശയോട് കൂടിയാണ് അലോഷിക്കെതിരെ നടപടി സ്വീകരിക്കാത്തത് എന്ന ഒരു പ്രതിഷേധം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രതികരണമാണ് ബി.ജെ.പി നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. കാരണം അലോഷിക്കെതിരെ പല ഘട്ടങ്ങളിലും പരാതികൾ വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നു. കടക്കൽ ക്ഷേത്രത്തിലായിരുന്നു ആദ്യഘട്ടത്തിൽ ഇത്തരത്തിലുള്ള വിപ്ലവഗാനം പാടിയതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾക്ക് തിരിതെളിയിച്ചത്. ആ വിവാദങ്ങൾ ഉണ്ടായ ഘട്ടത്തിൽ തന്നെ ഹൈക്കോടതിയുടെ തന്നെ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായി. ഹൈക്കോടതി പോലും പറഞ്ഞത് ഇത്തരത്തിലാണ്. വിശ്വാസങ്ങൾക്ക് മേലുള്ള ഒരു കടന്നുകയറ്റമാണ്. ക്ഷേത്രങ്ങളിൽ ആചാരങ്ങൾ സംരക്ഷിക്കുന്നത് ആണ് ചെയ്യേണ്ടത്. ഇത്തരത്തിലുള്ള വിപ്ലവഗാനങ്ങൾ ക്ഷേത്രങ്ങളിൽ ആലപിക്കാൻ പാടില്ല എന്ന ഹൈക്കോടതിയുടെ ഒരു നിർദ്ദേശം പോലും നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് രണ്ടാം തവണയും ഈ ആറ്റിങ്ങൽ അവനവഞ്ചേരി ക്ഷേത്രത്തിലെത്തി വിപ്ലവഗാനം അലോഷി പാടിയത്. ഈ ക്ഷേത്രത്തിന്റെ ഭരണസമിതി എന്ന് പറയുന്നത് CPM നേതാക്കളാണ്. പ്രാദേശിക CPM നേതാക്കളാണ് അവിടുത്തെ ഭരണസമിതി അംഗങ്ങൾ. അവരുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ ക്ഷേത്ര വിശ്വാസങ്ങളെ ഹനിക്കുന്ന തരത്തിലുള്ള വിപ്ലവഗാനം ക്ഷേത്ര പരിപാടിയിൽ നടത്തിയത് എന്ന വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത്. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസും ബി.ജെ.പിയും പരാതി നൽകിയിരിക്കുന്നു. ഒപ്പം പോലീസ് നിലപാട് ഇത്തരത്തിലാണ്. പ്രാദേശിക CPM നേതാക്കളുടെയും ഉന്നത CPM നേതാക്കളുടെയും ഇടപെടൽ കാരണമാണ് ഇപ്പോൾ അലോഷിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാത്തത് എന്നാണ് ബി.ജെ.പി ആരോപിക്കുന്നത്. പ്രത്യേകിച്ച് നിയമപരമായി ഹിന്ദു ആചാരങ്ങളെ തകർക്കുന്ന അല്ലെങ്കിൽ ഹിന്ദു ആചാരങ്ങളെ അവഹേളിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനം നടത്തിയ ക്ഷേത്ര കമ്മിറ്റിക്കെതിരെയും ഒപ്പം തന്നെ അത്തരത്തിലുള്ള വിപ്ലവഗാനം പാടിയ അലോഷിക്കെതിരെയും നടപടി സ്വീകരിക്കണമെന്നാണ് ബി.ജെ.പിയും കോൺഗ്രസും ആവശ്യപ്പെടുന്നത്. നിയമത്തോടുള്ള വെല്ലുവിളിയാണ് ഇപ്പോൾ ആറ്റിങ്ങൽ പോലീസ് നടത്തുന്നത് എന്ന ആക്ഷേപമാണ് ബി.ജെ.പി നേതാക്കളും കോൺഗ്രസ് നേതാക്കളും ഉന്നയിക്കുന്നത്. വിനോദ്, ഇത്തരത്തിൽ പോലീസ് കേസെടുക്കാനാവില്ല എന്ന് കൃത്യമായി മറുപടി നൽകുമ്പോൾ ഇതിനെതിരെ കോടതിയെ തന്നെ വേണമെങ്കിൽ സമീപിക്കാനുള്ള സാഹചര്യമുണ്ടല്ലോ. കാരണം ഹൈക്കോടതിയിൽ തന്നെ സമാനമായി ഇത്തരത്തിലൊരു കേസ് നേരത്തെ വിനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ കൊല്ലം കടക്കൽ ക്ഷേത്രത്തിൽ ഇതേ ആൾ തന്നെ അലോഷി തന്നെയാണ് വിപ്ലവഗാനം ആലപിച്ചതിൻ്റെ പേരിൽ അവിടെ കേസ് വരികയും ക്ഷേത്രങ്ങളിലല്ല ഇത്തരം ഗാനങ്ങൾ ആലപിക്കേണ്ടത് എന്ന് കോടതി കൃത്യമായ വലിയ തരത്തിലുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തു. അപ്പോൾ സമാനമായ സംഭവമാണ് ആറ്റിങ്ങലും ഉണ്ടായത്. അപ്പോൾ വേണമെങ്കിൽ
പോലീസ് കേസെടുത്തില്ല എങ്കിൽ പോലീസിൻ്റെ ഈ ഇരട്ടത്താപ്പിനെതിരെ വേണമെങ്കിൽ കോടതിയെ സമീപിക്കാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ടല്ലോ വിനീഷ്. അത്തരത്തിലേക്കുള്ള കാര്യങ്ങളിലേക്ക് ഈ പരാതി നൽകിയ BJP അത്തരത്തിൽ നീങ്ങുന്നുണ്ടോ വിനീഷ്? തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം പോലീസ് നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു, തങ്ങൾക്ക് ഈ കേസിൽ പരാതി സ്വീകരിക്കാൻ സാധിക്കില്ല. പക്ഷേ BJP നേതാക്കൾ പരാതി നൽകി, പരാതി പോലീസ് കൈപ്പറ്റിയതുമായി ബന്ധപ്പെട്ടുള്ള റെസിപ്റ്റ് നിയമപരമായി തന്നെ BJPയുടെ പക്കലുണ്ട്. BJPയുടെ മണ്ഡലം പ്രസിഡന്റാണ് ഇത്തരത്തിൽ പരാതി നൽകിയിരിക്കുന്നത്. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെയും കോടതിയെയും സമീപിക്കാനാണ് BJP ഒരുങ്ങുന്നത്. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യം എടുത്തു പറയേണ്ടത് നിയമപരമായി നമ്മൾ രാവിലെ ആറ്റിങ്ങൽ CIയുമായി ഈ ഒരു കാര്യം ബന്ധപ്പെട്ടോ നിയമപരമായ നടപടിയുമായി പോലീസ് മുന്നോട്ട് പോകുമോ എന്ന് അദ്ദേഹത്തോട് തന്നെ നമ്മൾ ആരാഞ്ഞിരുന്നു. പക്ഷേ ആ ഒരു നിലപാട് അദ്ദേഹം വ്യക്തമാക്കിയത് ഇത്തരത്തിലാണ്. രണ്ട് സാഹചര്യങ്ങളാണ്. പ്രത്യേകിച്ച് കടക്കൽ ക്ഷേത്രത്തിൽ നടന്ന സംഭവം ഈ ആറ്റിങ്ങൽ അവനാമഞ്ചേരി ഇണ്ടിളയപ്പൻ ക്ഷേത്രത്തിൽ നടന്ന സംഭവം തമ്മിൽ വലിയ രീതിയിലുള്ള വ്യത്യാസമുണ്ട്. അതുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കില്ല എന്ന നിലപാടാണ് പല ഘട്ടങ്ങളിലായി പോലീസ് ഉന്നയിക്കുന്നത്. അതേസമയം തന്നെ നമ്മൾ പോലീസിന് BJP നൽകിയ പരാതിയിൽ വ്യക്തമാക്കുന്നത് ഇത്തരത്തിലാണ്. നിലവിൽ BJP വ്യക്തമാക്കിയിരിക്കുന്നത് പരാതി പറയുന്നത് ഇത്തരത്തിലാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഭാരതീയ ന്യായ സംഹിതയിലെ 299 മുതൽ 300 വകുപ്പ് വരെയുള്ള പ്രകാരം റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് പ്രിവെൻഷൻ ഓഫ് മിസ്യൂസ് ആക്ട് ഇതിൽ 3, 4, 5, 6, 7 എന്നീ നിയമപ്രകാരം നിയമ നടപടി സ്വീകരിക്കാമെന്ന പരാതി തന്നെയാണ് BJP നിയമപരമായി പോലീസിൽ നൽകിയിരിക്കുന്ന പരാതി. ആ ഒരു നിയമത്തെ പോലും അട്ടിമറിക്കുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ആറ്റിങ്ങൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ സമീപിക്കാനും കോടതിയെ സമീപിക്കാനും തന്നെയാണ് BJP നേതാക്കൾ ഇപ്പോൾ ഒരുങ്ങുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ബിനീഷ്, ഒരു കാര്യം കൂടി, പോലീസ് ഉദ്യോഗസ്ഥരെ ബന്ധപ്പെട്ടപ്പോൾ രണ്ട് സാഹചര്യമാണ് എന്ന് പറയുന്നു. കൊല്ലം കടക്കൽ ക്ഷേത്രത്തിലെ വിപ്ലവഗാനം പാടിയതും ആറ്റിങ്ങൽ ക്ഷേത്രത്തിലെ വിപ്ലവഗാനവും, ഇതിലെന്താണ് രണ്ട് സാഹചര്യം? പോലീസ് പറയുന്ന രണ്ട് സാഹചര്യം എന്താണ് വിനീഷ്? നിലവിൽ നമ്മൾ CIയോട് ഇക്കാര്യം ആരാഞ്ഞു. സാർ, നിലവിലെ സാഹചര്യത്തിൽ എന്താണ് രണ്ട് സാഹചര്യം എന്ന ചോദ്യം നമ്മൾ തന്നെ പോലീസിനോട് ഉന്നയിക്കുമ്പോൾ അദ്ദേഹത്തിന് മറുപടി പറയാൻ സാധിക്കുന്നില്ല. പക്ഷേ നിയമപരമായി കേസെടുക്കാൻ ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ടോ? ഭാരതീയ നിയമസംഹിത വികാരം ഇത്തരത്തിലുള്ള 299 വകുപ്പും 300 വകുപ്പ് എന്നീ വകുപ്പുകളുടെ വകുപ്പുകളുടെ അടിസ്ഥാനത്തിൽ നിയമപരമായി തന്നെ കേസെടുക്കാമല്ലോ എന്ന ചോദ്യത്തിനും അദ്ദേഹം കൃത്യമായ മറുപടി പറഞ്ഞില്ല. അദ്ദേഹം തിരക്കിലാണ് എന്ന ഒരു ന്യായം പറഞ്ഞ് ഫോണ് പിന്നീട് കട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്തായാലും പോലീസ് പൂർണ്ണമായും അലോഷിയെ സംരക്ഷിക്കുന്നു. അത് ഉന്നത CPM നേതാക്കളുടെയും പ്രാദേശിക CPM നേതാക്കളുടെയും ഇടപെടൽ മൂലമാണ് ഇത്തരത്തിലുള്ള ഒരു നിലപാട് പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത് എന്നാണ് BJPയും കോൺഗ്രസും ആരോപിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ വിപ്ലവഗാനം പാടിയത് നേരത്തെ തന്നെ അറിയാം. കൃത്യമായി പറഞ്ഞാൽ കോടതിയിൽ വലിയ ചർച്ചകളായിരുന്നു. കോടതിയുടെ പരാമർശം, ഹൈക്കോടതിയുടെ പരാമർശം തന്നെ ഈ വിഷയത്തിൽ ഉണ്ടായ ഘട്ടത്തെ പോലും ആ ഒരു പരാമർശത്തെ പോലും മാനിക്കാത്ത തരത്തിലുള്ള ഒരു നിലപാട് തന്നെയാണ് ആറ്റിങ്ങൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. വിനോദ്, നിലവിലെ സാഹചര്യത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് BJP നേതൃത്വം എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്.